നമസ്കാരം. കെ.സി. വേണുഗോപാൽ വഴിയെ പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിച്ച ഒരവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രഹ്ലാദ് ജോഷി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. എം കെ രാഘവൻ്റെയും കെ.സി. നമ്മുടെ എം കെ രാഘവൻ്റെയും എൻ കെ പ്രേമേന്ദ്രൻ്റെയും ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഈ കേന്ദ്ര സിവിൽ സപ്ലൈസ് മന്ത്രി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മഞ്ഞ കാർഡ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. 5,94,000-ലധികം ആളുകളാണ് ഇന്ന് ഈ മഞ്ഞ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അവരുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കേരളത്തെ അതിതീവ്ര നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിച്ചതുകൊണ്ട്. സ്വാഭാവികമായി ജനങ്ങൾക്കിടയിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ നിരന്തരം പരത്തിക്കൊണ്ടിരുന്ന ഒരു കള്ളമാണ് അങ്ങനെ. അതായത് ഈ അതിദാരിദ്ര്യ മുക്തമായ സാഹചര്യത്തിൽ ഇവിടെ കേരളത്തിൽ ഇനിയിപ്പം മഞ്ഞക്കാർഡുകാരുണ്ടാകില്ല, മഞ്ഞക്കാർഡിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കില്ല, കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് മഞ്ഞക്കാർഡ് ഇവിടെ ഇല്ലാതാക്കുമെന്നുള്ള വാദഗതികൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ കെ.സി. വേണുഗോപാൽ പറയുന്നത് മുഖ്യമന്ത്രി നിരന്തരം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ തെറ്റാണ്. ഈ കെ.സി. വേണുഗോപാൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്നറിയില്ല. ഇവിടെ 18 കേന്ദ്രത്തിലേക്ക് പോയ ലോക്സഭാ എം.പിമാർ നമുക്കുണ്ട്, 18 പേരുണ്ട്. അത് ഒരാൾ പോട്ടെ, അതിന് നമ്മൾ കൂട്ടുന്നില്ല, അയാൾ കേന്ദ്രമന്ത്രി ആയെങ്കിൽ തന്നെയും വലിയ പ്രയോജനമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ബാക്കിയുള്ള 18 പേര് കോൺഗ്രസിൻ്റെ UDF-ൻ്റെതാണെന്നേ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയനാട്ടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ അതായത് കേന്ദ്ര പ്രതിപക്ഷ നേതാവിൻ്റെ സഹോദരി കൂടിയാണ്. ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രിയങ്ക. അപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉണ്ട് അവിടെ. പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന കേരളത്തിലെ UDF എംപിമാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഇതിൻ്റെ എല്ലാം ഈ പറയുന്ന കെ.സി. വേണുഗോപാലിനെക്കാട്ടി മുകളിൽ നിൽക്കുന്ന ഒരാളാണല്ലോ ഈ പ്രിയങ്ക വാദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഇത്രയും പേര് അവിടെ ലോക്സഭയിലുണ്ട്. കേരളത്തിൻ്റെ അവകാശങ്ങളോ കേരളത്തിന് വേണ്ട കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ ഈ എംപിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PM ശ്രീ ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വാങ്ങിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് ഇദ്ദേഹം ഇടപെട്ടതിനെക്കുറിച്ച്, അതായത് നമ്മുടെ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത് എന്തായി, ഇവിടെ PM ശ്രീ ഒപ്പിട്ടത് ഇവർക്ക് പാലമായി നിൽക്കുന്ന, അതായത് CPM സർക്കാരിൻ്റെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനും തമ്മിൽ ഒരു പാലമായി നിൽക്കുന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളൊരു പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. കാര്യം ഇങ്ങനെ നിന്നുകൊണ്ട് ഇവിടെ EDയുടെ വരവിന് തടയിടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു മീഡിയേറ്റർ ലെവലിലുള്ള ചർച്ചകൾ ഈ പറയുന്ന ജോൺ ബ്രിട്ടാസുമായിട്ടാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. സംസ്ഥാന സർക്കാർ അതിന് നിന്നുകൊടുക്കുന്നത്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ സ്ഥാനമാണ് ജോൺ ബ്രിട്ടാസിന് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടെ വലിയ തോതിലുള്ള പ്രചരണം നടത്തി. ആ പ്രചരണത്തിൻ്റെ അർത്ഥം ഈ പറയുന്ന ഡീല്, അതായത് CPM BJP ഡീലിൻ്റെ ഒരു ഇടനിലക്കാരനാണ് ജോൺ ബ്രിട്ടാസ്. അപ്പോൾ പല ED കേസുകൾ അടക്കമുള്ള SFIOയുടെ കേസുകൾ, ലാവ്ലിൻ കേസുകൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുകളെല്ലാം ഇങ്ങനെ വാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണക്കാരൻ ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ആണ്. ഇവർ തമ്മിലുള്ള ഡീലിന് വളം വെച്ച് കൊടുക്കുന്ന മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളാണ്. ഇങ്ങനെയായിരുന്നു പ്രചരണം. ഇതിനകത്ത് വാസ്തവമേയില്ല. ഇവിടെ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നാൽ BJP ആവിഷ്കരിച്ച ഒരു പദ്ധതി അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി ആവിഷ്കരിച്ച ഒരു പദ്ധതിയല്ല. അതേസമയം BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ, യൂണിയൻ ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്ന് ആവിഷ്കരിച്ചൊരു പദ്ധതിയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇവിടെ ഡീലുകൾ ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത്? അന്ന് എന്തുകൊണ്ട് എതിർത്തില്ല? അത് അന്ന് എതിർത്ത് കർണാടക എന്തുകൊണ്ടാണ് DK ശിവകുമാർ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവ് തന്നെയുള്ള കർണാടക കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഇത് എതിർക്കാതിരുന്നത്? അവരും എതിർത്തില്ല, അവരും PM ശ്രീ പദ്ധതി നടപ്പിലാക്കി. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കേരളത്തിന് വേണ്ടത് ഫണ്ടാണ്. ഫണ്ട് നമുക്ക് കിട്ടാനുള്ള ഫണ്ട് ഏതെല്ലാം പദ്ധതികളിലൂടെയാണെങ്കിൽ പോലും നമുക്കിവിടെ കിട്ടുക എന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ പോലും നമുക്ക് ലഭിക്കേണ്ട തുക കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. വെറും 0.9% മാത്രമാണ് ഓരോ കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിനായി കിട്ടിക്കൊണ്ടിരിക്കുക. അതായത് 1% പോലും, അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ 1% പോലും ഫണ്ട് വിനിയോഗം കേരളത്തിൽ കേന്ദ്രം നടത്തുന്നില്ല. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ നമ്മുടെ എംപിമാർക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഇതുവരെയായി? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സംസ്ഥാനത്തിന്, അവര് കോൺഗ്രസിന്റെ എംപിമാരാണെങ്കിൽ തന്നെയും കേരളത്തിലെ എംപിമാരാണെന്നേ,
ഈ കേരളത്തിലുള്ള എം പിമാർ ആരെങ്കിലും അവിടെ ചെന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങൾ ഫണ്ട് അനുവദിക്കാത്ത എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഇതുവരെ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു സഭയിൽ ഉന്നയിച്ചിട്ടേയില്ല. കാരണം എന്താണ്? അവർ ജയിച്ചു പോയത് ഈ പിണറായി വിജയനെ കഴിഞ്ഞ 2021 വിജയിപ്പിച്ച അതേ ജനങ്ങളുടെ വോട്ട് കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന UDFന്റെ എം പിമാർ അവിടേക്ക് പോയിരിക്കുന്നത്, ലോക്സഭയിലേക്ക് പോയിരിക്കുന്നത്. ആ ഒരു നന്ദി, വോട്ട് മേടിച്ചതിന്റെ നന്ദിയെങ്കിലും ഇവിടുത്തെ ജനങ്ങളോടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ എം പിമാർ കേരളത്തിന് വേണ്ടി സംസാരിച്ചേനെ. ഇവരുടെ വിചാരം കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും അതോടൊപ്പം തന്നെ പിണറായി വിജയനെ ചുറ്റി നിൽക്കുന്ന 13 മന്ത്രിമാരെയും കൊണ്ട് അവസാനിക്കുന്ന ഒന്നാണെന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, കേരളത്തിലുള്ളത് 140 നിയോജക മണ്ഡലങ്ങളുണ്ട്, 20 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ഇതെന്താ മനസ്സിലാക്കാതെ പോകുന്നത്? ഈ 140 എത്ര എണ്ണമാണ്? ആകെ 100-ൽ താഴെ 99, 98 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയുള്ള സീറ്റുകൾ ആരുടെ കയ്യിലാണുള്ളത്? ബാക്കി UDFന്റെ കയ്യിലല്ലേ? എന്തുകൊണ്ടാണ് UDFകാർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകാത്തത്? അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി കാര്യങ്ങൾ നീക്കാത്തത് എന്തുകൊണ്ടാണ്? അതേസമയം NK പ്രേമചന്ദ്രൻ ഈ പറയുന്ന പോലെ അവിടെ ചായ കുടിക്കാൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയല്ലോ. അപ്പോൾ അത് ഡീലിന്റെ ഭാഗമല്ലായിരുന്നോ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രവനീത് സിംഗ് ബിട്ടു എന്ന് പറയുന്ന ഒരാളെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ലേ അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് മാറി ആലപ്പുഴയിൽ വന്ന് KC വേണുഗോപാൽ മത്സരിച്ചത്? അതും BJP-കാരനായ ഒരാൾക്ക് അവിടെ മന്ത്രിയാകാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയായിരുന്നില്ലേ അവിടെ ചെയ്തത്? അത് നമ്മൾ സംശയത്തോടുകൂടി തന്നെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഡീലുണ്ട്. അവിടെ ബ്രിട്ടാസ് സംസാരിച്ചത് ഒരു MBA കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ബ്രിട്ടാസ് സംസാരിച്ച കേരളത്തിൽ SSAയുടെ ഫണ്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് അതിനകത്തിലെ വാസ്തവം. പിന്നെ ആരാണ്, എവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇനി അടുത്ത ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അവകാശങ്ങൾക്കും നികുതി വിഹിതം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് കിട്ടാനുണ്ട്, സർക്കാരിന് കിട്ടാനുണ്ട്. അങ്ങനെ ആ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല സമരം നടത്തിയത്. ഇതവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇത്ര ഫണ്ട് കിട്ടും, ആ ഫണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വിജയൻ തൈക്കണ്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഇതങ്ങ് മാറ്റിയെടുക്കാം എന്ന് കരുതിയിട്ടല്ല അവിടെ സമരം വരുന്നത്. ഇവിടുത്തെ മന്ത്രിമാരെയും കൂട്ടിയിട്ട് അവിടെ ഡൽഹിയിൽ പോയി മുഖ്യമന്ത്രി സമരം നടത്തി. ദക്ഷിണേന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ പോലും അതിൽ പങ്കെടുത്തു. എന്നിട്ട് പോലും കേരളത്തിലെ ഒരു MBA പോലും ആ വഴിക്ക് കണ്ടിട്ടില്ല. എന്താ കാണാതിരുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിരുന്നില്ലേ? അതും UDF എംപിമാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അതിൽ നിന്നെല്ലാം UDF എംപിമാർ ഒളിച്ചോടി. മുത്തലാഖ് വിഷയമുണ്ടായ സമയത്ത് എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ എംപിമാർ ഹാജരാകാതിരുന്നത്? അപ്പോൾ ED പേടി അല്ലേ ചന്ദ്രിക കേസ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടി? അതും നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അതായത് നമ്മുടെ നമ്മൾ ജയിപ്പിച്ചു വിട്ട നമ്മുടെ UDF എംപിമാർ കൃത്യമായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല. അങ്ങനെ അവതരിപ്പിക്കുകയും അതിനു വേണ്ട നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന LDFന്റെ രാജ്യസഭാ എംപിമാർ ആ സമയത്ത് മീഡിയേറ്റർമാരായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ കൃത്യമായി കാര്യങ്ങളോട് എണ്ണി ചോദിക്കും. നിങ്ങൾ ഇന്ന കാര്യത്തിൽ ഞങ്ങളുമായി സഹകരിച്ചിരുന്നോ? ഈ കേരളത്തിന് വേണ്ടി കിട്ടേണ്ട ഇന്ന കാര്യത്തിൽ നിങ്ങൾ സഹകരിച്ചിരുന്നോ? അങ്ങനെ എണ്ണി ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ഉണ്ടാവില്ല KC വേണുഗോപാലിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വഴിയെ പോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ച ഒരാളാണ് KC വേണുഗോപാൽ എന്ന്. അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നത്തിലേക്ക് പോവില്ലായിരുന്നു. KC വേണുഗോപാലിന് ഇതിനൊന്നും മറുപടി പറയേണ്ടി വരില്ലായിരുന്നു. ഇത് കേരളമെന്തോ വേറെ ഏതോ ഒരു നാടാണെന്നും ഇവിടുത്തെ ജനങ്ങളെല്ലാം വേറെ അധമന്മാരാണെന്നും അധകൃതരാണ് എന്നുള്ള ഒരു തോന്നലാണ് ശരിക്കും UDFനുള്ളത്. കാര്യം എന്താ? ഇത്തവണ അവർ തുടർഭരണം കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും ഈ പറയുന്ന എംപിമാരെ കൊണ്ട് ഇനി ഒരു കഴമ്പിനും കൊള്ളാത്ത കുറേ എംപിമാരാണെന്നേ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇരിക്കുന്നവരെ എംപിമാരൊക്കെ തന്നെ ഇപ്പോഴും പോയിരിക്കുന്നത്. ഇവരൊന്നും ഒരു കഴമ്പിന് കൊള്ളാത്തതല്ല, ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ്. സഭയിൽ പോയിരുന്ന് ഉറങ്ങുന്നവരാണ്. ഏറ്റവും കുറഞ്ഞ അറ്റൻഡൻസ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ള എംപിയാണ്. ലോക്സഭയിൽ ഏറ്റവും കുറച്ച് അറ്റൻഡൻസ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ള എംപിമാരാണെന്നേ. അപ്പോൾ അങ്ങനെ പോലും നാണം കെട്ട് അമ്പി നിൽക്കുന്ന ഒരു വിഭാഗക്കാരായി UDFന്റെ എംപിമാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചോദ്യം വരും. ഈ ചോദ്യത്തെയൊക്കെ പ്രതിരോധിക്കാനുള്ള ആർജവം ഉണ്ടാവണം UDFന്റെ എംപിമാർക്ക്, അല്ലെങ്കിൽ എസ്പെഷ്യലി KC വേണുഗോപാലിന്. രവനീത് സിംഗ് ബിട്ടുവിനെ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇപ്പം നല്ലൊരു വകുപ്പ് കൊടുത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കിയല്ലോ. ആ മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരുന്നില്ലേ KC വേണുഗോപാൽ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? കേരളത്തിലേക്ക് വന്ന് ഇവിടെ അദ്ദേഹം ആ രാജ്യസഭ MP സ്ഥാനം രാജിവെച്ചാൽ ഉറപ്പായും ആ സീറ്റിൽ BJPയുടെ ഒരു നേതാവ് കയറി പോകുമെന്നുള്ള കാര്യം അറിയാൻ വയ്യാത്ത പൊട്ടനല്ല KC വേണുഗോപാൽ.
എന്നിരുന്നിട്ട് പോലും കെ സി വേണുഗോപാൽ എന്ത് ചെയ്തു? അങ്ങനെ അത് രാജിവെച്ച് കേരളത്തിൽ വന്ന് മത്സരിച്ചു. അപ്പോൾ അധികാരം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ജയിച്ചു പോയത് കൊണ്ട് ഇനി സംഭവിച്ചു പോയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ UDF അധികാരത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ കയറിയതേയില്ല. ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കിയെങ്കിൽ തന്നെയും വീണ്ടും തകർന്നടിഞ്ഞു പോയി. ഇനി ഒരു അംഗത്തിനുള്ള ബാല്യം ഇന്ത്യ മുന്നണിക്ക് ഇല്ല എന്നുള്ള സത്യാവസ്ഥ കെ സി വേണുഗോപാൽ തിരിച്ചറിഞ്ഞു. ഇതേ കെ സി വേണുഗോപാൽ തന്നെയാണ് രാജ്യത്തുടനീളം കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കിയത് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ കെ സി വേണുഗോപാൽ പിന്നെ അദ്ദേഹത്തിന്റെ കളമാക്കി മാറ്റി തീർക്കുന്നത് കേരളമാണ്. അങ്ങനെ കേരളത്തിലേക്ക് വന്നു. പിന്നെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം അടിച്ചൊതുക്കാൻ വേണ്ട തന്ത്രങ്ങൾ മെനഞ്ഞു. അങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞ് തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് ഈ കെ സി വേണുഗോപാൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ പലതാക്കി ഡിവൈഡ് ചെയ്തു, പലതാക്കി വെട്ടിമുറിച്ചു. കുറച്ച് രമേശ് ചെന്നിത്തലയ്ക്കും കൊടുത്തു, കുറച്ച് VD സതീശനും കൊടുത്തു, കുറച്ച് കെ സുധാകരനും കൊടുത്തു. കെ സുധാകരൻ അപ്പോഴേക്ക് ചാഞ്ഞ് കെ സി വേണുഗോപാലിന്റെ അടുത്തേക്ക് വന്നു. കെ സുധാകരന് മാറ്റം വന്നു. കാര്യം കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഒരു മന്ത്രിസ്ഥാനം നൽകും എന്നൊരു വാക്കുണ്ടായിരുന്നു. ആ വാക്കും കേട്ടുകൊണ്ട് ഇപ്പൊ ചാരി നിൽക്കുകയാണ് കെ സുധാകരൻ. രാഷ്ട്രീയത്തിലെ നാണം കെട്ടവൻ എന്ന് വേണേൽ വിളിക്കാം. രാഷ്ട്രീയമായ നാണക്കേട്, തൊലിയില്ലായ്മ, ഉളുപ്പില്ലായ്മ എന്നൊക്കെ വിളിക്കേണ്ടി വരും. അങ്ങനെ ഇതെല്ലാം ചാരി നിൽക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ കയറി വെല്ലുവിളിക്കുന്നത്. സംവാദത്തിന് തയ്യാറാണ്, ഞാൻ പറയുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നിടത്ത് സംവദിക്കാവുന്നു. ഒരുപാട് ചോദ്യങ്ങൾ വരുമെന്നേ. ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം മുഖ്യമന്ത്രി കൃത്യമായി അക്കമിട്ട് ചോദിച്ചിരിക്കും. അപ്പോഴൊക്കെ വെറുതെ വാവൊളിച്ചിരിക്കാൻ മാത്രമേ ഈ കെ സി വേണുഗോപാലിനെ കൊണ്ട് കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശബരിമലയെ കുറ്റം പറയുന്ന സമയത്ത് കേന്ദ്ര വന നിയമം 1978 മറ്റോ ആണ്, 78 മറ്റോ ആണ് ആരംഭിച്ചത്. ആ കേന്ദ്ര വന നിയമം പിന്നീട് വന്ന് UPA സർക്കാരിന് പോലും തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വന നിയമം എന്ന് പറയുന്ന ഒരു വാള് കിടക്കുന്നത് കൊണ്ടല്ലേ ശബരിമലയിൽ വീണ്ടും പലതും നടത്താൻ കഴിയാത്തത്. വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ വിഘാതം അത് തന്നെയല്ലേ. പോട്ടെ, ഈ ശബരിമലയോട് ഇത്ര ഊറ്റം കൊണ്ട് സ്നേഹം കാണിക്കുന്ന കെ സി വേണുഗോപാൽ എന്തുകൊണ്ടാണ് ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നീക്കം നടത്തണം എന്നുള്ള കാര്യം സംസാരിക്കാതിരുന്നത്? ഇതൊക്കെ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. പോട്ടെ, ഇനിയും പോട്ടെ. ED അന്വേഷണം ഫലപ്രദമല്ല. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായി ED അന്വേഷണം ബലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നയിക്കാത്തത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദമാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി ED അന്വേഷണം മരവിച്ചു പോകുന്നു, ഇത് ഡീലാണ് എന്ന്. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത്? കെ സി വേണുഗോപാൽ അടക്കമുള്ള MP-മാർ ചെയ്തുകൂടെ? കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാം. അപ്പോൾ സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന കുറെ പൊട്ടന്മാരെയാണ് ശരിക്കും ഈ 18 ഇടങ്ങളിൽ നിന്ന് വിജയിപ്പിച്ച് വിട്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.